നമുക്കിന്ന് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് 4 വലിയ ബോളുകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. തീരെ കനയില്ലാത്ത രീതിയിൽ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ കണ്ട നല്ല വലിപ്പത്തിൽ, എത്ര വലിപ്പത്തിലാക്കാൻ പറ്റുമോ അത്രയും വലിപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുത്തിട്ട് നമ്മുടെ ദോശക്കല്ല് വെച്ച് ഒന്ന് ചൂടാകുമ്പോഴേക്കും എണ്ണയൊന്നും തൂത്ത് കൊടുക്കരുത്. കല്ല് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും പെട്ടെന്ന് തന്നെ മറിച്ച്, ഇത് ഒരുപാട് ഓവറായിട്ടൊന്നും കുക്കായി ഡ്രൈ ആക്കി കളയരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സമൂസ ഷീറ്റൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി ഇരുന്ന ബോളുകളും പരത്തി ഇതുപോലെ കല്ലിലിട്ട് റെഡിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ക്യാബേജ്, ഇത്രയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ഇതൊരു 1 മിനിറ്റ്, അതിൽ കൂടുതൽ ഓവറായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണ്ട. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും വെജിറ്റബിൾസിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ബോൺലെസ് ചിക്കൻ, ഉപ്പും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അരഞ്ഞു പോകാതെ അടിച്ചെടുക്കാൻ നോക്കണം. ഇനി ഇതൊന്നായിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇതേ പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കി പാൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല രീതിയിൽ തിക്കായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റ് എടുക്കുക. ഇതിലേക്ക് നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് മൈദ അധികം ലൂസ് അല്ലാത്ത രീതിയിൽ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക സെൻറ്ററിലായിട്ട്. രണ്ടാമത്തെ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. കുറച്ച് ഭാഗം കൂടുതലായിട്ട് ഇറങ്ങി വേണം ഇരിക്കാനായിട്ട്, കൂടിയും കുറഞ്ഞും ഇരിക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഏറ്റവും താഴെ ഇരിക്കുന്ന ഷീറ്റ് 2 ഭാഗത്തു നിന്നും സെൻറ്ററിലോട്ട് മടക്കി കൊടുക്കുക. ഇതുപോലെ. അതിന് ശേഷം ഈ ചെറിയ ഭാഗവും ഇതിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കുന്നതിന് മുന്നേ ആ മടക്കുന്ന ഭാഗത്ത് കുറച്ച് മൈദ കൂടെ തേച്ച് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ താഴെ ഭാഗവും അതിൻ്റെ നേരെ മേളിലുമായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇത് തുറന്നു പോകത്തില്ല. അങ്ങനെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമ്മുടെ സമൂസ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതാ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഭാഗം ആയപ്പോഴേക്കും ഞാനിത് മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല സെറ്റായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും നമ്മൾ നന്നായി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ നല്ല കളർഫുള്ളായിട്ട് തയ്യാറാക്കി വെച്ച് കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിൽ ഒരെണ്ണം കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാവേ. നല്ല ജ്യൂസി ആയിട്ടുള്ള കണ്ട അടിപൊളി നല്ല കളർഫുള്ളായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.